എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മെയ് മാസം 16-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്നും പറയുന്നത് പോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് സീരീസിലെ ഡെയിലി കറണ്ട് അഫയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം: തെലങ്കാനയിലെ വാറങ്കലിനെ പിന്തള്ളി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായി മാറാൻ ഒരുങ്ങുന്ന ഗ്രാമം. ഉത്തരം ലക്കുണ്ടി, കർണാടക. കർണാടകയിലെ ലക്കുണ്ടി ഗ്രാമമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയമായി മാറാൻ ഒരുങ്ങുന്നത്. അപ്പോൾ ഇതുവരെ ഏത് ഗ്രാമമാണ്? തെലങ്കാനയിലെ വാറങ്കലായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ മ്യൂസിയം. ഇനി അങ്ങനെ ആ ഒരു പദവിയിലേക്ക് എത്താൻ പോകുന്ന ഇന്ത്യയിലെ ഗ്രാമമാണ് കർണാടകയിലെ ലക്കുണ്ടി. അടുത്ത ചോദ്യം: 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പമാക്കത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായി NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പ് ഈ ജാദുയി പിറ്റാര. 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പാഠ്യവിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ മാതാപിതാക്കളെയും അധ്യാപകരെയും സഹായിക്കുന്നതിനായി NCERT പുറത്തിറക്കിയ പുതിയ ഡിജിറ്റൽ ആപ്പാണ് ഈ ജാദുയി പിറ്റാര. അടുത്ത ചോദ്യം: അടുത്തിടെ ശാസ്ത്രലോകം കണ്ടെത്തിയ ആകാശഗംഗയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സിയുടെ പേരെന്ത്? ഉത്തരം ലോക്കി. അതായത് അടുത്തിടെ ആകാശഗംഗയുമായി, അതായത് നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുമായി ലയിച്ചു ചേർന്നതായി കരുതപ്പെടുന്ന കുള്ളൻ ഗാലക്സിയുടെ പേരാണ് ലോക്കി. അടുത്ത ചോദ്യം: കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അഥവാ CII പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തി. ഉത്തരം R മുകുന്ദൻ. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അഥവാ CII പ്രസിഡന്റായി ചുമതലയേറ്റ വ്യക്തിയാണ് R മുകുന്ദൻ. അടുത്ത ചോദ്യം: IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം. ഉത്തരം വിരാട് കോഹ്ലി. നമുക്കറിയാം, മുൻ ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന വിരാട് കോഹ്ലിയാണ് IPL ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരം. അദ്ദേഹം തന്നെയാണ് ഏറ്റവും ആദ്യം IPL ചരിത്രത്തിൽ ഏറ്റവും ആദ്യം 9,000 റൺസിന് മുകളിൽ സ്കോർ ചെയ്തിട്ടുള്ള വ്യക്തിയും വിരാട് കോഹ്ലി തന്നെയാണ്. അടുത്ത ചോദ്യം: ഹരിതഗൃഹ വാതകങ്ങൾ നിരീക്ഷിക്കാൻ ചൈന വിക്ഷേപിച്ച ഉപഗ്രഹം. ഉത്തരം ഡാക്കി 2. ഹരിതഗൃഹവാതങ്ങൾ നിരീക്ഷിക്കാൻ ചൈന വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഡാക്കി 2. അടുത്ത ചോദ്യം: വിപണി മൂല്യത്തിൽ 5 ലക്ഷം കോടി ഡോളർ കടക്കുന്ന ലോകത്തിലെ ആദ്യ കമ്പനി. ഉത്തരം എൻവിഡിയ. എൻവിഡിയ എന്ന കമ്പനിയാണ് വിപണി മൂല്യത്തിൽ 5 ലക്ഷം കോടി ഡോളർ കടക്കുന്ന ലോകത്തിലെ ആദ്യ കമ്പനി. അടുത്ത ചോദ്യം: ഇന്ത്യയുടെ എഥനോൾ മിശ്രിത പദ്ധതിയിൽ ആദ്യമായി ഏറ്റവും വലിയ അസംസ്കൃത വസ്തുവായി മാറിയത്. ഉത്തരം ചോളം. ഇന്ത്യയുടെ എഥനോൾ മിശ്രിത പദ്ധതിയിൽ ആദ്യമായി ഏറ്റവും വലിയ അസംസ്കൃത വസ്തുവായി മാറിയത് ചോളം. ഇത്രയുമാണ് ഡെയിലി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ മെയ് 16-ാം തീയതിയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ നമ്മളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. അത് നിങ്ങൾ കൃത്യമായി പഠിക്കാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.